ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന ശിഷ്യരുടെ ആവശ്യത്തിന് മറുപടിയായിട്ടാണ് പിതാവായ ദൈവത്തെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ പഠിപ്പിക്കുന്നത്. സുവിശേഷ ഭാഗത്തിലൂടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന അനുദിന ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മളൊന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന ഭാഗത്ത് നമ്മുടെ പിതാവായ ദൈവത്തിന് നാം സ്തുതികൾ അർപ്പിക്കണമെന്നും നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ നിയോഗങ്ങൾക്കും നന്ദി പറയണമെന്നും, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന ഭാഗത്ത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറണമെന്നും, അന്നുള്ള അപ്പം തരണമേ എന്ന ഭാഗത്ത് അനുദിന ജീവിതത്തിൽ ആവശ്യമായ നിയോഗങ്ങൾ നമുക്ക് തരണമെന്നും, തെറ്റുകളോട് കരുണയുണ്ടാകണമെന്നും, പ്രലോഭനങ്ങളിൽ വീഴാതെ നിരന്തരം സംരക്ഷിക്കണമേ എന്നുമാണ് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഇങ്ങനെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന കുറേ കൂടെയൊക്കെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വിശുദ്ധർ പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നാം എപ്പോഴൊക്കെ ഉച്ചരിക്കുന്നുവോ അപ്പോഴൊക്കെ പിതാവായ ദൈവം തൻ്റെ ചെവി നമ്മുടെ അധരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കുന്നു എന്നാണ്. അത്രയും സ്നേഹമുള്ള പിതാവിനോടുള്ള പ്രാർത്ഥന, പരിശുദ്ധനായ ദൈവത്തോടുള്ള പ്രാർത്ഥന കുറേ കൂടെയൊക്കെ അർത്ഥവത്തായിട്ട് ചൊല്ലുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.